ഹലോ. ചെക്ക് മടങ്ങിയ കേസുകളുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഒരു വിധിയിലൂടെ ഒന്ന് കടന്നുപോയാലോ? സെക്ഷൻ 138 ഓഫ് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം ചെക്ക് മടങ്ങിയ കേസുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ വിധി നിയമപരമായ നടപടിക്രമങ്ങളെ മാറ്റി എഴുതാൻ പോകുന്നതാണ്. ഹൈക്കോടതിയുടെ വിധിയെ റദ്ദാക്കിക്കൊണ്ട് ട്രയൽ കോർട്ടിന്റെയും സെഷൻ കോടതിയുടെയും വിധിയെ മാറ്റിമറിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിധി പുനഃസ്ഥാപിച്ചത്. ഈ വിധി പ്രധാനമായും 3 കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്. അതായത്, ചെക്ക് ഒപ്പിട്ടെന്ന് സമ്മതിച്ചാൽ അത് നിയമപരമായി നിലനിൽക്കുന്ന ഒരു കടത്തിന് വേണ്ടിയാണെന്നുള്ള പ്രിസംഷനിൽ കോടതി എത്തും. മാത്രവുമല്ല, ഈ പ്രിസംഷൻ റിബട്ട് ചെയ്യേണ്ട ബാധ്യത എന്ന് പറയുന്നത് പ്രതിക്കാണ്. കൂടാതെ പരാതിക്കാരന്റെ സാമ്പത്തിക ശേഷി ചോദ്യം ചെയ്യണമെങ്കിൽ അതിനായുള്ള തക്കതായ തെളിവുകൾ പ്രതി തന്നെ നൽകണം. മാത്രവുമല്ല, 20,000 രൂപയ്ക്ക് മുകളിലുള്ള പണമിടപാടുകൾ ഇൻകം ടാക്സ് ആക്ട് ലംഘിച്ചാലും അത് അസാധുവാകില്ല. അതായത്, ഇൻകം ടാക്സ് ആക്ട് ലംഘിച്ചതിന് പിഴ ചുമത്തുമെങ്കിലും ചെക്ക് കേസിലെ ബാധ്യതയെ അതില്ലാതാക്കുന്നില്ല. ഇതിലുപരി കെട്ടിക്കിടക്കുന്ന കേസുകൾ കുറയ്ക്കുന്നതിനായി കോടതി ചില നിർദ്ദേശങ്ങൾ കൂടി നൽകി. കോടതികളിൽ UPI ഓർ QR കോഡ് സൗകര്യം ഏർപ്പെടുത്തി അതുവഴി പേയ്മെന്റ് ചെയ്യുക. എല്ലാ കേസുകളോടൊപ്പം ഒരു സംക്ഷിപ്ത വിവരണം കൂടെ കോടതിയിൽ സമർപ്പിക്കുക. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ഈ വിധി ചെക്ക് കേസുകളിൽ പ്രതികളുടെ ബാധ്യത വർദ്ധിപ്പിക്കുകയും കൂടാതെ തന്നെ വിചാരണ നടപടികൾ വേഗത്തിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ കൂൾ ഗുരു, ശുക്രിയ.